ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ വഴുതനങ്ങ മോരുകറിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വഴുതനങ്ങ 4 എണ്ണം, സവോള ഒരു പകുതി, വെളുത്തുള്ളി 2 അല്ലി, പച്ചമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി 4 എണ്ണം, ഇഞ്ചി ചെറിയൊരു കഷ്ണം, കറിവേപ്പില കുറച്ച്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 1 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, തൈര് 1/2 കപ്പ്. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആദ്യം ഒരു ചെറിയ സവോള, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ സവോളയുടെയൊക്കെ ഒരു ചെറിയൊരു ലൈറ്റ് കളറാകുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ചേക്കുന്ന വഴുതനങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ വഴുതനങ്ങ ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി. വെന്ത് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. ഇത് സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയാണ്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി വളരെ കുറച്ച് മതി, നമ്മൾ ജീരകം പൊടിച്ച് വെച്ചേക്ക്. പിന്നെ ഉലുവപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ തൈര് ഒഴിച്ച് കൊടുക്കാം. ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് ആ ചൂടിൻ്റെ അകത്ത് തന്നെ ഈ മോര് ചൂടായിക്കോളും. ഇനി നമുക്കിതിനെ ഒന്ന് കടുക് താളിച്ചൊഴിക്കണം. ഉപ്പൊക്കെ മതിയൊന്ന് നോക്കുക. ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടി വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും 2-3 ഉലുവ, പിന്നെ കരിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും. അപ്പം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ കടുകും ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി. അതിലേക്ക് ഉള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു. ഇവിടെ വറ്റൽമുളകൊക്കെ മൂത്തു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് ഒരു നുള്ള മുളക് പൊടി നമ്മളെ കറിയിലേക്ക് ഒഴിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മോരുകറി നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.